കൃതികളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പുരുഷന്മാരുടെ കൃതികൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും സ്ത്രീകളുടെ കൃതികൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും അവ തമ്മിലുള്ള വ്യത്യാസം അതെങ്ങനെയാണ്? ലിറ്ററേച്ചർ ആണോ പഠിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നമ്മൾ ലിറ്ററേച്ചറിലെ തിയറി പഠിപ്പിക്കുമ്പം സാധാരണ ഒരു ഫീമെയിൽ ലാംഗ്വേജിനെ പറ്റി പറയാറുണ്ട്. സ്ത്രീ ഭാഷ, പെണ്ണെഴുത്തല്ല, സ്ത്രീ ഭാഷ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഈ ട്രാൻസ്ലേഷന് വേണ്ടി ചെയ്യുന്നത് നമ്മൾ സ്ലോ റീഡിങ്ങിലേക്ക് പോകും. സ്ലോ റീഡിങ് വളരെ ഡീപ്പായിട്ടുള്ള ഒരു റീഡിങ്ങുമാണ്. അപ്പം ഷാഹിനയുടെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ അത്രയും ഡീപ്പായിട്ട് വായിച്ചിരിക്കുന്നത്. ഒരു ഫ്ലൂയിഡിറ്റി ഉണ്ട് സെന്റൻസസിൽ, അതിനൊരു ഓപ്പൺ എൻഡഡ്നെസ് ഉണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ വായിച്ചാൽ അതിനെയാണ് നമ്മൾ ഈ സെഡ്ജ്വിക് ഒക്കെ പറയുന്ന ഫീമെയിൽ റൈറ്റിംഗ് അല്ലെങ്കിൽ ഫീമെയിൽ ലാംഗ്വേജ് എന്ന് നമുക്ക് തോന്നും. അതിൻ്റെ കൂടെ ആ നൂലിഴ പിടിച്ച് നമ്മൾ നടക്കാനുള്ള ഒരു ശ്രമം നടത്തും. പക്ഷെ അപ്പോഴാണ് എഡിറ്ററൊക്കെ കയറി ഒരു പ്രത്യേക സ്റ്റൈലിലേക്ക് കൊണ്ടുവരിക. എല്ലാ സ്ത്രീകളെ എഴുതുമ്പോഴും ഇതുണ്ടോയെന്ന് എനിക്ക് അറിയില്ല, കാരണം അത് സ്റ്റീരിയോട്ടിപ്പിക്കലായി പോകും. പക്ഷെ ഇതിൽ ഷാഹിനയുടെ എഴുത്തിൽ ഞാൻ ശരിക്കും അനുഭവിച്ചത് ആ ഒരു ഫ്ലൂയിഡിറ്റി ഉണ്ടായിരുന്നു.